പറ്റിയില്ല എന്ന പരാതിയും ആക്ഷേപമൊക്കെ ഉന്നയിച്ച് വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. ആരാധകർ പ്രകോപിതരാവുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴതൊക്കെ മാറി കളിയുടെ ആവേശത്തിലേക്ക് പൂർണ്ണമായി എത്തുകയാണ്. എന്താണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ? അനിൽ വാസുദേവ്. ഹൈദരാബാദ് ആവേശത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി ഇതാ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ച. ലിയോണൽ മെസ്സി തൻ്റെ ആ വിഖ്യാതമായ ആൽപീസ് സെലസ്റ്റൻ ജേഴ്സി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൈമാറുന്ന കാഴ്ചയാണ് ക്യാമറ കണ്ണിലൂടെ 24ന്റെ ഈ മാജിക് സ്ക്രീനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ മലയാളികൾക്ക് സമ്മാനിക്കുന്ന ഏക മലയാളം മാധ്യമം എന്നതുപോലും നമുക്കത്ര വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം കൊച്ചിയിലേക്ക് മെസ്സി എത്തുന്നു എന്ന് പറഞ്ഞ് വലിയ കാത്തിരുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. മാർച്ച് വിൻഡോയിൽ വരുമെന്ന് പറയുന്നു, അതും ഒരു ഉറപ്പില്ല. പക്ഷേ മെസ്സി ഇന്ത്യയിലെത്തിയിരിക്കുന്നു. ആ ഇന്ത്യയിലെത്തിയപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തേക്ക് വരുന്നു. തെലങ്കാനയിൽ വന്നിരിക്കുന്നു. തെലങ്കാനയിൽ കുട്ടികൾക്കൊപ്പം പന്ത് തട്ടി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പം പന്ത് തട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ റോഡ്രിഗോ ഡിപ്പോളും ലൂയിസ് സുവാരസും. ആരാധകർക്ക് ഇതിനപ്പുറം എന്ത് വേണം? ഫുട്ബോൾ ഇതിഹാസം ലോകകപ്പ് നേടിയതിൻ്റെ തിളക്കത്തിൽ മറ്റൊരു ലോകകപ്പിന് ഒരുങ്ങുന്ന ലിയോണൽ മെസ്സി തൻ്റെ വലിയ ദൗത്യത്തിന് ഒരുങ്ങും മുമ്പ് ഏറ്റവും വലിയ ആരാധകരുള്ള ഇന്ത്യയിലേക്ക് വരുന്നു. അവിടെ വന്ന് നമുക്കൊപ്പം സന്തോഷം പങ്കിടുന്നു. ഏറ്റവും ചിരിച്ച മുഖത്തോടുകൂടി എന്നും പറയുന്നത് പോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ മെസ്സിയുടെ മുഖം തിളങ്ങുന്ന കാഴ്ച നമ്മൾ ഇന്നോളം കാണുന്നു. ആരാധകരെ കൈവീശി കാണിക്കുന്നു, അവർക്കൊപ്പം സന്തോഷം പങ്കിടുന്നു, അവർക്ക് പന്ത് തട്ടിക്കൊടുക്കുന്നു. ഓരോരുത്തരോടും പിഞ്ചിരിച്ച മുഖത്തോടുകൂടി ഈ സ്റ്റേഡിയം മൊത്തം വലം വയ്ക്കുന്ന ലിയോണൽ മെസ്സിയെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.